വാട്ടർ സ്പോട്ടിൽ വന്നു. തുംഗഭദ്ര നദിക്കരയിലാണ് വന്നത്. ഞാൻ പറഞ്ഞ അമ്പലത്തിന്റെ അടുത്ത് ഈ ഒരു നദിക്കരയുണ്ട്. അവിടുന്ന് ഞാൻ കാണിച്ചു തന്നതും ഈ ഒരു നദിയാണ്. പക്ഷെ നമ്മൾ ഇപ്പുറത്തോട്ട് വന്നു. ആ നദി ആ ഒരു ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മൾ റൈങ്ങൾക്ക് അവിടെ ഉണ്ട്. ശിവ വിഗ്രഹം പോലെയാണ് കാണാനായിട്ട്. വലിപ്പമുള്ള നദിയാണ്. എങ്ങാനും കാല് സ്ലിപ്പായി ആ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോകുന്നുണ്ടാവും. കാരണം അത്രയ്ക്കും വലുപ്പവും പിന്നെ ഒഴുക്കും ഒക്കെ ഉണ്ട്. നമുക്ക് ഡേഞ്ചറാണ്. ഇങ്ങനെ അധികം നേരം നിൽക്കാനൊന്നും പാടില്ല. കുറേ പേരുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നു എന്നേ ഉള്ളൂ. കാരണം അത്രയ്ക്ക് ഡേഞ്ചറാവും. മഴയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മേ ബി പറയാൻ പറ്റില്ലല്ലോ. കാരണം ആ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അവിടെ എത്രത്തോളം വേസ്റ്റ് ഉണ്ട്, പിന്നെ വഴുക്കുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് കണ്ടാൽ മനസ്സിലാവും. കാരണം അത്രയും വൃത്തികേടായിട്ടുണ്ട്. ആ കാലം കൊണ്ട് ഞാൻ കാണിക്കുന്നതൊക്കെ വഴുക്കുള്ള പ്ലേസാണ്. നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. എന്റെ പുറകിൽ കാണുന്നതാണ് ഈ നദിയോരത്തിന്റെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ. ട്രെയിനിന്റെ ഉണ്ട്, പിന്നെ കാറൊക്കെ പോകുന്നതും ഉണ്ട് ഗൈസ്. ഞാൻ പോയിരുന്ന സമയത്ത് ഫുൾ മഴയായിരുന്നു. അതുകൊണ്ട് ഓട്ടോയിലിരുന്ന് ഫുൾ നനഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് മൊത്തം കൃഷിയാണ്. നമുക്ക് നേരെ ഇനി ഗ്ലാസ് ഹൗസിലോട്ട് പോവാം. എന്റെ ബാക്കിൽ കുറെ ബ്യൂട്ടിഫുൾ ചെടികളുണ്ട്. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസിൽ സക്സസ് ആയിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ഹൗസ്. ഇതിന് പുറത്ത് നിന്ന് ഫുൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ പോയിരുന്നു മഴയത്ത്. ഇതാണ് നമ്മുടെ ഗ്ലാസ് ഹൗസ്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഭയങ്കര വലുപ്പമുണ്ട്. ഇവിടുത്തെ പ്രത്യേകം മഴയത്ത് പോകുമ്പോൾ പുറത്ത് നിന്ന് ഇതിന്റെ കാഴ്ചകൾ കാണാനും പുറത്ത് നിന്ന് ഇതിന്റെ പുറത്തോട്ട് കാണാനും ഒക്കെ ബ്യൂട്ടിഫുൾ ആണ്. അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടാലോ. ഇതൊക്കെയാണ് ഗ്ലാസ് ഹൗസിന് പുറത്തുള്ള കാഴ്ചകൾ. ഇതിങ്ങനെ കാണുമ്പോൾ ഈ ഫ്രെയിം അടിപൊളിയാണ്. വല്ല താജ്മഹൽ പോയൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ മുഖത്താച്ചിരി നിങ്ങൾ കണ്ടത്. ഈ പ്ലേസ് നിങ്ങൾ മറക്കാതെ വിസിറ്റ് ചെയ്യുക. അതും മഴയത്താണെങ്കിൽ ഇതുപോലത്തെ നല്ല വൈബ്സ് കിട്ടും. കുടയും പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ എടുക്കാം. ഞാനിത് പോയതിൽ വെച്ച് എനിക്ക് ഗ്ലാസ് ഹൗസ് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ ചേച്ചിയുടെ വീട്ടിൽ പോവാം. അങ്ങനെ പാർവതി അക്കയുടെ വീട്ടിലെത്തി നമ്മൾ ചോറും മാങ്ങാക്കറിയും എല്ലാം കൂട്ടി ഒരു സദ്യ പോലെ പിടിക്കാൻ പോവാണ്. ഇവിടുത്തെ സ്പെഷ്യൽ കറി എല്ലാം കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഫുഡാണ്. ഞാൻ ടേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും കാണാം. ബൈ ബൈ, സീ യു, ടാറ്റാ.